നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇല്ലാതെ നാക്കുകൊണ്ട് എന്തും പറയാമെന്നൊരു നിലയെടുത്താൽ അതിനെന്തായിരിക്കും ഫലം എന്ന് ഈ അടുത്ത നാളിൽ കണ്ടു. ഇനി വീട്ടിൽ പോയിരിക്കേണ്ട വരുമല്ലോ. വരട്ടാനൊക്കെ നോക്കി അതങ്ങ് വേറെ വെച്ചാ മതി. വലിയ തോതിൽ ഭിന്നത വളർത്തിക്കളയാം, അതിന് പറ്റുന്ന എന്തും വിളിച്ചു പറയാം, അതിനെനിക്ക് അവകാശമുണ്ട് എന്നാരെങ്കിലും ചിന്തിച്ചാൽ അവരുടെ പിന്നിൽ ഏത് കൊലക്കൊമ്പൻ അണിനിരന്നാലും ശക്തമായ നടപടി തന്നെ എടുത്തുകൊണ്ടുപോകും. നമസ്കാരം. നമുക്ക് കുറച്ച് പുതിയ വാക്കുകളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അൺപാർലമെൻ്ററി അല്ല എന്നാണ് അവകാശപ്പെടുന്നത്. ഏതായാലും ഇനിയിപ്പം മലയാളികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് അതൊക്കെ വളരെ ആവേശപൂർവ്വം ഉപയോഗിക്കാവുന്ന വാക്കുകളായിട്ടാണ് ഇനിയിപ്പോൾ നമ്മളത് കരുതേണ്ടത്. കാരണം മുഖ്യമന്ത്രിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന പല വാക്കുകളുണ്ട്. നമുക്കറിയാം, ഒന്ന് നികൃഷ്ടജീവി എന്നുള്ളൊരു വാക്കാണ്. അത് ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റില്ല. നമുക്ക് ആരെ വേണമെങ്കിലും അങ്ങനെ ഒരു പദപ്രയോഗത്തിലൂടെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻ താമരശ്ശേരി ബിഷപ്പിനെയാണ് പിണറായി വിജയൻ ഒരു കാലത്ത് ആ ഒരു വാക്കിലൂടെ പ്രയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് വാക്കിന് വലിയൊരു പ്രസക്തി വന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കൊല്ലം MP ആയ, പ്രത്യേകിച്ച് ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ എന്നറിയപ്പെടുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഇടതുപക്ഷം വിട്ടുപോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പ്രയോഗിച്ചൊരു വാചകമാണ് പരനാറി എന്നുള്ളത്. അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പ്രയോഗിച്ചതാണ്. അപ്പോൾ അതും അൺപാർലമെൻ്ററി അല്ല എന്നാണ് പിണറായി വിജയൻ അവകാശപ്പെടുന്നത്. പിന്നെ അടുത്തതാണ് ഒരു കുലം കുത്തി. അതായത് വടകര MP ആയ ശ്രീമതി KK രമയുടെ ഭർത്താവായിരുന്ന TP ചന്ദ്രശേഖരനെ 51 വെട്ടിന് വെട്ടി കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുലം കുത്തി എന്നും കുലകുത്തിയായിരിക്കും എന്ന് ശ്രീ പിണറായി വിജയൻ പരാമർശിച്ചത്. അപ്പോൾ ആ വാക്കും അൺപാർലമെൻ്ററി അല്ല എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയൻ കേരള ജനതയെ ഉത്ബോധിപ്പിക്കുന്നത്. മറ്റൊരു വാചകമാണ് അട്ടിപ്പേറാവകാശം. അത് പിന്നെ ഒരു നാടൻ പ്രയോഗമാണ്. എന്താണെങ്കിലും അട്ടിപ്പേറാവകാശം, അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് ആരുടെയെങ്കിലും അട്ടിപ്പേറാവകാശമാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വാക്കായിട്ടാണ്. അതും അൺപാർലമെൻ്ററി അല്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വാചകം എന്ന് പറയുന്നത് 8 അടി കെട്ടിവച്ചവൻ, 8 അടി കെട്ടിവച്ചവൻ, അങ്ങനെ ഒരു പദപ്രയോഗം. ഓക്കെ, അതും അൺപാർലമെൻ്ററി അല്ല എന്നുള്ളതും മലയാള സമൂഹത്തെ ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ചെറ്റത്തരം. ചെറ്റത്തരം എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട വാക്കൊന്നും അല്ല എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അടുത്തിടെ CPM-ൽ നിന്ന് വിട്ടുപോയ G. സുധാകരൻ, അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് ചെറ്റത്തരം കാണിക്കുക എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയ ചെറ്റത്തരം നിന്നിപ്പോൾ പുതിയ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. ചെറ്റ എന്ന് വിളിച്ചതും ചെറ്റത്തരം എന്ന് പറഞ്ഞിരുന്നതും അത് രാഷ്ട്രീയ ചെറ്റത്തരം ആണ് എന്നുള്ള രീതിയിലാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം മലയാളികൾക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ശ്രീ പിണറായി വിജയനെ പോലും കൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഇത്തരം നാമധേയങ്ങളിലൂടെയൊക്കെ പൊതുസമൂഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാം എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ആ കാര്യം നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറയപ്പെട്ട ഈ വാക്കുകളെല്ലാം ശ്രീ പിണറായി വിജയനെ തിരിച്ച് പൊതുസമൂഹത്തിന് വിളിക്കാവുന്ന പേരുകളാണ് എന്നുള്ളതും അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിനകത്ത് അദ്ദേഹം വിശദീകരിക്കുക കൂടി ചെയ്തപ്പോൾ, കാരണം ഇന്നിപ്പോൾ വിശദീകരിച്ചതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണമാണ് ഈ ചെറ്റത്തരം അല്ലെങ്കിൽ ചെറ്റ എന്നുള്ള ഒരു പരാമർശം. കാരണം G. സുധാകരൻ ഏകദേശം പിണറായി വിജയനോളം തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. CPM-ൽ 1963 മുതൽ അദ്ദേഹം CPM-ൻ്റെ സഹയാത്രികനായിട്ട്, അതായത് SFI-യിലൂടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ അടുത്ത കാലം വരെ CPM-ൻ്റെ സമുന്നതനായ ആലപ്പുഴയിലെ നേതാവാണ് G. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ അദ്ദേഹം അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹം CPM എന്ന പ്രസ്ഥാനത്തിൽ, CPM എന്ന പ്രസ്ഥാനം സ്വാഭാവികമായിട്ട് ശോഷിച്ച് ഇല്ലാതായി പോയ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. CPM എന്ന പ്രസ്ഥാനം ഇപ്പോൾ ശോഷിച്ച് വെറും പിണറായിസ്റ്റ് ഫാമിലിയുടെ ഒരു പാർട്ടിയായിട്ട് മാത്രം ചുരുങ്ങിയ സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ G. സുധാകരനെ പോലുള്ള ഒട്ടനവധി നേതാക്കൾ, അതായത് അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, പഴയ CPM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒട്ടനവധി, 1 ഡസനോളം നേതാക്കളാണ് ഈ അടുത്തിടെയായിട്ട്
അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിരിക്കുന്നത്. അതിനകത്ത് മറ്റേ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും കണ്ണൂരിലെ, അതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ ആണെങ്കിലും, അതുപോലെ തന്നെ ഈ എം പി ഇദ്ദേഹമാണ് ജി സുധാകരനാണെങ്കിലും, അങ്ങനെയുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. ഇപ്പം പ്രത്യേകിച്ചെടുത്ത് പറയാതെ തന്നെ മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അത്തരം രീതിയിലേക്ക് പോകുന്നതാണ് ചെറ്റത്തരം എന്നുള്ള രീതിയിലാണ് ശ്രീ പിണറായി വിജയൻ പറയുന്നത്. അതായത് പിണറായിസ്റ്റ് ഫാമിലിനെ പാടുകയും പുകഴ്ത്തുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാത്തവരെല്ലാം ചെറ്റകളാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ചെറ്റത്തരം ആണ് എന്നുള്ള രീതിയിലാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും ജി സുധാകരനെ പോലുള്ളവർ ഏതാണെങ്കിലും ശരി അതിന് മറുപടിയും കൊടുക്കും. കാരണം ജി സുധാകരൻ അങ്ങനെ ഒന്നിനും വിട്ടുകൊടുക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമ്മൾക്കും ചോദിക്കാനുള്ള അത് തന്നെയാണ്. ഈ പിണറായി വിജയനെയും പിണറായിസ്റ്റ് ഫാമിലിനെ അല്ലെങ്കിൽ പിണറായിസ്റ്റുകളെ പാടി പുകഴ്ത്തുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ചെറ്റത്തരം ആണ്, അല്ലെ ചെറ്റകളാണ് എന്ന് കണ്ടെത്തുന്ന ആ ഒരു മനോഭാവം, അതൊരു പ്രത്യേക മനോഭാവം ആണെന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പത്രസമ്മേളനത്ത് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് നാട് നീളം വിഭജിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. അത് ഒരു പരിധി വരെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നാട് നീളം വിഭജിച്ച് നടന്നവൻ എന്ന് പറയുന്നവനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞത് PK ശശിയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് പ്രതിപക്ഷ നേതാവ് അതിനകത്ത് കോപാകുലനായി ഇരിക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തെയാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം മാധ്യമങ്ങളെല്ലാം അതിനകത്ത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരാണ് പരാമർശിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയത്തിനകത്ത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ശ്രീ പിണറായി വിജയനാണെങ്കിലും, അതുപോലെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണെങ്കിലും, അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും ശരി, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മേൽ വന്നിരിക്കുന്ന പീഡന പരാതികൾ എല്ലാം വ്യാജമാണ്, അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കോടതി വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എല്ലാ നാൾവഴികളും വളരെ വിശദമായിട്ട് പരിശോധിച്ച് തെളിവുകളും മൊഴികളും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണല്ലോ. കാരണം ഒന്നാം പീഡന പരാതിക്കാരി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്തൃമതിയാണ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളതാണ്, സാംസ്കാരിക തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കോടതി വിധികളിലൂടെ തന്നെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് ഈ അതിജീവിതമാരുടെ വിവരണങ്ങൾ പുറം മണ്ഡലത്തിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ സ്വാഭാവികമായിട്ടും അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അങ്ങോട്ട് ചെന്നു എന്നുള്ളതാണ് കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടം ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു ഭാഗം അവിടെ നിലനിൽക്കുന്നേ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഗർഭചിത്രം നടത്തി എന്നുള്ളത്. ഗർഭചിത്രം ആ സ്ത്രീ തന്നെയാണ് സ്വാഭാവികമായിട്ട് രാഹുൽ മാക്കൂട്ടത്തോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിട്ടും കോടതിയിൽ കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ രണ്ട് കാര്യങ്ങളിൽ രാഹുൽ മാക്കൂട്ടം കുറ്റക്കാരനല്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മൂന്നാം പീഡന പരാതിയുടെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. കാനഡയിൽ നിന്നൊരു മെയിൽ പരാതിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സ്ത്രീയും ഇതുപോലെ തന്നെ വിവാഹിതയാണ്. ആ സ്ത്രീ തന്നെയാണ് പത്തനംതിട്ട വന്നിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ റൂമെടുത്ത് കാത്തിരുന്നതും രാഹുൽ മാക്കൂട്ടത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതും. അവിടെയും കോടതി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെയും ബലാത്സംഗം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് രണ്ടാം പീഡന പരാതിക്കാരിയുടെ ഒരു വിഷയമാണ്. അത് സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് വന്ന പരാതിയാണ്. അത് KPCC പ്രസിഡന്റിന് വന്ന പരാതി DGPക്ക് കൈമാറി അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു സംഭവങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്തിരിക്കുന്നതാണ്. അതും സ്വാഭാവികമായിട്ട് കോടതി പരിശോധിച്ച് വന്നു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കോടതിയിൽ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കോടതി മുമ്പാകെ വന്നിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് അങ്ങോട്ട് മെസ്സേജ് അയച്ചുകൊണ്ടും അതുപോലെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഈ രണ്ടാം പീഡന പരാതിക്കാരി അതുപോലെ രണ്ടാം
പരാതിക്കാരിയുടെ അമ്മയും സ്റ്റാറ്റസിന് അങ്ങോട്ട് മെസ്സേജ് കൊടുക്കുന്നതായിട്ടുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ അവിടെയും നമുക്ക് വ്യക്തമാക്കപ്പെടുകയാണ്. അതായത് ഈ 3 പേരെയും രാഹുൽ മാക്കൂട്ടം അങ്ങോട്ട് പീഡിപ്പിച്ചു എന്നുള്ള ആ പരാതി പോലും കൂടെ കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണെന്നുള്ളത് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ 3 എണ്ണത്തിൻ്റെ പേരിൽ ഒരു കാരണവശാലും ആ വ്യക്തിയെ ആർക്കും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് 1-ാം പീഡന പരാതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ കോടതി വാദപ്രതിവാദങ്ങൾക്കിടയിൽ കോടതി പരാമർശിച്ചത് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതായത് ഹൈക്കോടതി അന്ന് പറഞ്ഞിരുന്നു, ഒരു പുരുഷന് സ്ത്രീയെ അവർ പരസ്പര ധാരണ പ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെ കുറ്റമാകും എന്ന് കോടതി ചോദിച്ച ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ആര് പറയുകയാണെങ്കിലും ശരി, അതിനിപ്പം ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായിസ്റ്റുകൾ അത് എത്ര 1000 ആവർത്തി പറഞ്ഞുകൊണ്ട് കടന്നു കഴിഞ്ഞാലും, അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ എത്ര ആവർത്തി പറഞ്ഞു നടന്നാലും, അതുപോലെ തന്നെ സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും എത്ര ആവർത്തി പറഞ്ഞുകൊണ്ട് കടന്നു കഴിഞ്ഞാലും ശരി, അത് നിലനിൽക്കുന്നതല്ല. പിന്നെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, ഈ കഴുത കാറി തീർക്കുക എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കാറിക്കൊണ്ട് നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ച ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിണറായി വിജയൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാട് നീളെ വിഭജിച്ച് നടന്നു എന്ന് പറഞ്ഞവനെ പ്രതിപക്ഷ നേതാവ് ഒക്കെ പിടിച്ചു അല്ലെങ്കിൽ ന്യായീകരിച്ചു എന്നുള്ളതാണെങ്കിൽ അത് പിണറായി വിജയൻ പറഞ്ഞതാണെങ്കിലും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റെടുത്ത വിഷയമാണെങ്കിലും അത് പി.കെ. ശശിയെ ഉദ്ദേശിച്ചാവാനാണ് സാധ്യതയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി.കെ. ശശി പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന CPM-ന്റെ 3 പതിറ്റാണ്ടുകളോളം പിണറായിസ്റ്റുകളോടൊപ്പം നിന്നിരുന്നതും പലവിധ പെണ്ണ് കേസുകളിൽ പെട്ടിരുന്ന വ്യക്തിയുമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തിരുന്നതും, ഇപ്പോൾ ആ വ്യക്തിയെ ശ്രീ വി ഡി സതീശനാണ് പൊക്കി പിടിച്ചുകൊണ്ട് തോളത്തെടുത്ത് വെച്ച് നടക്കുന്നതും എന്നുള്ളത് വ്യക്തമായ സ്ഥിതിക്ക് ഇവർ രണ്ടുപേരും ഉദ്ദേശിച്ചത് ആ ഒരു വ്യക്തിയെ ആവാനാണ് സാധ്യത. പിന്നെ അതിന് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വി ഡി സതീശൻ നൽകിയിരിക്കുന്ന മറുപടിയിൽ കുറേയധികം സ്ത്രീ പീഡകരെ ശ്രീ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ളത് കണ്ണാടിയിൽ നോക്കിയാൽ മനസ്സിലാകും എന്ന് പറഞ്ഞിരുന്നു. അത് നമുക്കറിയാം. അത് ഈ പി.കെ. ശശി ഉൾപ്പെട്ട, അതായത് CPM-ന്റെ സമുന്നതരായിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ടല്ലോ. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നുള്ള പി ശശി, അതുപോലെ തന്നെ ഇപ്പോൾ പിണറായിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്നിരുന്നത് ഇപ്പോൾ വി ഡി സതീശനടുത്ത് തോളത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള പി.കെ. ശശി, അതുപോലെ തന്നെ M. മുകേഷ്, KB. ഗണേഷ് കുമാർ, അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി കുറേയധികം നേതാക്കളുണ്ടല്ലോ. അപ്പം ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നതെന്നുള്ളത് ഇവർ 2 കൂട്ടരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അതായത് ഈ വടക്കേ ഇന്ത്യൻ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു കോണക കൊടുത്ത ഒരു സന്യാസി, അഘോരിയാണ്. അഘോരികൾക്ക് അങ്ങനെ വസ്ത്രധാരണം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളത് BJP-യുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ പല ജാതിയിലും പല മതത്തിലും പല സംസ്കാരത്തിലുള്ളവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് BJP-യുടെ ഉന്നത നേതൃത്വം ശ്രീ ചന്ദ്രശേഖരൻ ഒക്കെ ഉൾപ്പെട്ട ഒരു സ്റ്റേജിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ഒരു കാറിൽ വന്നിറങ്ങുന്നതും, കാറിൽ വന്ന് ഇറങ്ങിയില്ല, കാരണം അദ്ദേഹം കോണകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു അഘോരി സന്യാസി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി എന്നുകൊണ്ട് തൊഴുന്നു. ഒക്കെ നിങ്ങൾക്ക് തൊഴുകയോ തൊഴുകാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് ഈ കേരളത്തിൽ അത്തരം ഒരു വൃത്തികെട്ട സംസ്കാരം നടപ്പാക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പൊതുസമൂഹത്തോടൊന്ന് പറയണം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, കാരണം BJP-യിൽ കുറച്ച് കൊള്ളാവുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ട് BJP-യുടെ സഹയാത്രികരായിട്ട്. പ്രത്യേകിച്ച് അൽഫോൺസ് കണ്ണന്താനമുണ്ട്, അതുപോലെ തന്നെ ജേക്കബ് തോമസ് മുൻ DGP ആണ്, അതുപോലെ തന്നെ R. ശ്രീലേഖ അവർ മുൻ DGP ആണ്, അതുപോലെ തന്നെ ഇപ്പം BJP-യുടെ കൗൺസിലറാണ്, അതുപോലെ തന്നെ അവർ BJP-യുടെ ഒരു അസംബ്ലി മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ TP സെൻകുമാർ, അദ്ദേഹമൊക്കെ ഇതൊന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഓരോ മേഖലയ്ക്ക് ഓരോ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയായിട്ട് ആര് വന്നു കഴിഞ്ഞാലും അതിനെ നിങ്ങൾ അപലപിക്കേണ്ടതില്ലേ സ്വാഭാവികമായിട്ട്? അതല്ലേ ഒരു പൗരൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. കാരണം അത്തരം ഒരു വളരെ വൃത്തികെട്ട ഒരു രീതി
നമ്മുടെ ഭാഷയിലാണ് അത് വളരെ വൃത്തികേട്. അഹോരികൾക്ക് അത് വൃത്തികേടല്ല, നമുക്കറിയാം, അവരുടെ സംസ്കാരമാണ്. അതിനെപ്പറ്റി അവർക്ക് അങ്ങനെ 2018 സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം അവർക്ക് അങ്ങനെ നടക്കാനായിട്ടുള്ള ഒരു അവകാശം കോടതി തന്നെ അനുവദിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവർക്ക് അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അത്തരം ഒരു സംസ്കാരം നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് അത് ഒരിക്കലും ആശാസ്യമല്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗ്നതാ പ്രദർശനം എന്ന് പറയുന്നത് IPC 294 പ്രകാരം കുറ്റകരമാണ്, നമുക്കറിയാം. അതുപോലെ ഇപ്പോൾ BNS പ്രകാരമാണെങ്കിൽ 296 ആ വകുപ്പ് വരുന്നത്, നഗ്നതാ പ്രദർശനം എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു കോണകം മാത്രം കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി ഈ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞ് അല്ലെങ്കിൽ പ്രദർശന വസ്തുവായിട്ട് നിൽക്കുമ്പോൾ അത് നഗ്നതാ പ്രദർശനത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അത് അഹോരികൾക്ക് അത് ബാധകമല്ല. അവരിപ്പോൾ പൂർണ്ണ നഗ്നരാണെങ്കിൽ പോലും അത് ബാധകമല്ല. ആ സ്ഥിതിക്ക് അവർക്കതങ്ങനെ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു സംസ്കാരം നമ്മുടെ ഇവിടെ കേരള സമൂഹത്തിൽ യോജിച്ചതാണോ എന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഇവിടുത്തെ ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ ആരും ചർച്ച ചെയ്യുന്നില്ല. BJPക്കാരാണ് ഇതിൻ്റെ വാക്താക്കൾ എന്നുള്ളത് അറിയാം. പക്ഷെ BJPക്കാർ ഇത്തരം കാര്യത്തിനകത്താണെങ്കിൽ പോലും BJPയിലെ കുറച്ച് സംസ്കാരമുള്ള കുറേ അധികം നേതാക്കന്മാരുണ്ടല്ലോ, നിങ്ങളെങ്കിലും ഈ ഇത്തരം കാര്യത്തിനകത്ത് ഈ കേരളത്തിലേക്ക് ഇത്തരം പ്രദർശന വസ്തുക്കളെ ദയവായി ഒഴിവാക്കണം എന്ന് വളരെ വിനീതമായിട്ടൊന്ന് അപേക്ഷിക്കുകയാണ്. അത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ശരി, ഇത്തരം ചില നേതാക്കന്മാരുടെ ചില അപജയങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നന്ദി.